സാധാരണഗതിയിൽ പരിശോധിച്ചാൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കാണാൻ പോകുന്ന ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ബി.ജെ.പിക്ക് മിക്ക മണ്ഡലങ്ങളിലും വോട്ടിങ്ങിൽ വർധനവ് ഉണ്ടാകാനുള്ള സാധ്യത അല്ലെങ്കിൽ വോട്ട് ഷെയറിൽ ഒരു വർധനവ് ഉണ്ടാക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട എന്നുള്ളതാണ്. എന്നാൽ വയനാടിനെ സംബന്ധിച്ചിടത്തോളം വയനാടിന് പൊതുവായിട്ടുള്ള ഒരു സ്വഭാവമുണ്ട്. അത് മിക്കപ്പോഴും കോൺഗ്രസിന് എപ്പോഴും മിക്ക സന്ദർഭങ്ങളും അത് കോൺഗ്രസിന് അനുകൂലമായ ഒരു സ്വഭാവമാണ് എന്നുള്ളതാണ്. അവർക്ക് ഏറ്റവും ഉറച്ചു പറയാൻ കഴിയുന്ന ഒരു മണ്ഡലമാണ് വയനാട് എന്നുള്ളതാണ്. അപ്പൊ വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ സാധാരണഗതിയിൽ മുന്നണി സമവാക്യങ്ങൾ അനുസരിച്ചായിരുന്നുവെങ്കിൽ ഇടതുപക്ഷം ഒരു വീക്കായിട്ടുള്ള ഒരു കാൻഡിഡേറ്റിനെ ആയിരുന്നു പ്രതിഷ്ഠിക്കപ്പെടേണ്ടുന്നത് എന്നുള്ള അർത്ഥത്തിലുള്ള പല കമന്റുകളും പല ഭാഗത്തു നിന്നും അവരുടെ ഇടയിലുള്ള മുന്നണികളിൽ നിന്ന് തന്നെ വന്നിട്ടുണ്ട്. പക്ഷെ എന്നാൽ കേരളത്തിൽ കീരിയും പാമ്പും പോലെ നിൽക്കുന്ന ഈ UDF LDF മുന്നണികളെ സംബന്ധിച്ചിടത്തോളം അതിനകത്ത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു കോംപ്രമൈസ് അവർ കൊണ്ടുവന്നാൽ അത് അവരുടെ തെരഞ്ഞെടുപ്പിന്റെ പ്രതിച്ഛായയെ ബാധിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ വയനാട് അവർക്ക് നിർത്താൻ കഴിയുന്ന നല്ലൊരു കാൻഡിഡേറ്റിനെയാണ് അവർ മത്സരിപ്പിക്കുന്നത്, ആനി രാജ. അപ്പോൾ ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം വിജയ പ്രതീക്ഷ എന്നതിനേക്കാൾ ഉപരി ശക്തമായൊരു മത്സരം കൊടുക്കുക എന്നതാണ് അവരെ ഉദ്ദേശിച്ചത്. സ്വാഭാവികമായിട്ടും BJP-യെ സംബന്ധിച്ചിടത്തോളം ദേശീയ നേതൃത്വങ്ങൾ മാറ്റുരയ്ക്കുന്ന ഒരു മണ്ഡലം എന്ന നിലയിൽ ഒട്ടും പിന്നിലുള്ള ഒരു സ്ഥാനാർത്ഥി അവിടെ നിർത്തിയാൽ തീർച്ചയായിട്ടും അത് BJP-യുടെ പ്രതിച്ഛായയെ ബാധിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ വിജയ സാധ്യത ഒട്ടും ഇല്ല എന്നറിഞ്ഞിട്ട് കൂടിയും സുരേന്ദ്രനെ ആ മണ്ഡലത്തിൽ മത്സരിക്കുവാൻ നിയോഗിച്ചത് തീർച്ചയായിട്ടും BJP-യുടെ വോട്ട് ഷെയർ നിലനിർത്തുക എന്നുള്ള വലിയൊരു ചലഞ്ച് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ്. എനിക്ക് തോന്നുന്നത് BJP-ക്ക് അവിടെ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള വോട്ട് ചോർച്ച ഉണ്ടാകും എന്ന് ഞാൻ കരുതുന്നില്ല. എന്നാൽ UDF-നെ സംബന്ധിച്ചിടത്തോളം UDF മുന്നിൽ ഉറച്ചിരുന്ന വോട്ടുകൾ UDF സ്വായത്തമാക്കാനുള്ള സാധ്യത തന്നെയാണ് ഞാൻ കാണുന്നത്. ആനി രാജയെ സംബന്ധിച്ചിടത്തോളം കൃത്യമായിട്ടുള്ള പാർട്ടി വോട്ടുകൾക്കപ്പുറം അധികമായിട്ടുള്ള ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള സ്വതന്ത്രമായിട്ടുള്ള വോട്ടുകൾ ആനി രാജ കൊണ്ടുപോകുമെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം അതിന് പ്രത്യേകിച്ച് ഒരു സാഹചര്യം അവിടെ നിലനിൽക്കുന്നില്ല എന്നുള്ളതാണ്. എന്നാൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ UDF-നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പൊ അവർക്കെതിരെ ഉയർന്നു വന്നുള്ള ഒരു ആരോപണം എന്ന് പറയുന്നത് പൗരത്വ ബില്ലിനെ സംബന്ധിച്ചിടത്തോളം അവർ വേണ്ടത്ര കാര്യമായി ഒന്നും തന്നെ പറഞ്ഞില്ല എന്നുള്ള ഒരു വലിയ വിമർശനം രാഹുൽ ഗാന്ധിക്കെതിരെ വരുന്നു എന്നുള്ളതാണ്. പക്ഷെ എന്നാൽ കേരളത്തിലെ മൈനോറിറ്റി കമ്മ്യൂണിറ്റികളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ പൗരത്വ ബിൽ സ്വാധീനിക്കാൻ സാധ്യതയുള്ള മതവിഭാഗങ്ങളെ ജനവിഭാഗങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പിൽ UDF-ൽ നിന്ന് മാറി ചിന്തിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിന്റെ കാരണം എന്ന് പറയുന്നത് അവർ ഒരു ബദൽ ശക്തിയായി കേന്ദ്രത്തിൽ കരുതുന്നത് ഇന്ത്യ മുന്നണിയിലെ കോൺഗ്രസിനെ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിലുള്ള UDF-ലുള്ള വോട്ട് ചോർച്ച ഞാൻ കാണുന്നില്ല. പക്ഷേ ഇത്തവണയും അവിടെ എല്ലാ മണ്ഡലങ്ങളിലും സീറ്റുകളുടെ എണ്ണം പുതിയ യുവാക്കളുടെ വോട്ടിങ്ങിൽ എണ്ണത്തിൽ വർധനവ് വരുന്നുണ്ട്. അപ്പൊ അവിടെ വോട്ടിംഗ് ശതമാനം വർദ്ധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ പറഞ്ഞതുപോലെ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുമെന്നേ ഉള്ളൂ. എങ്കിലും UDF-ന്റെ വോട്ടുകൾ അപ്പാടെ മറിഞ്ഞ് അല്ലെങ്കിൽ UDF-ൽ നിന്ന് വലിയൊരു വോട്ട് ചോർച്ച ഉണ്ടായി മറ്റേതെങ്കിലും ഒരു വിഭാഗത്തിലേക്ക് പോകുമെന്ന് ഞാൻ കരുതുന്നില്ല. അതുകൊണ്ട് അതൊരു പ്രത്യേകിച്ച് നേട്ടമായി മാറുമെന്ന് ഞാൻ കരുതുന്നില്ല. മറിച്ച് LDF-നെ BJP-യെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷത്തിന്റെ ചില വോട്ടുകളിലും അതുപോലെ തന്നെ സ്വതന്ത്രമായി നിൽക്കുന്ന ചില വോട്ടുകളിലും പുതിയ ചില വോട്ടുകളിലും അവർക്ക് അതിൽ വഴി ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു വർധനവായിരിക്കും അവർ ഉണ്ടാക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ വലിയൊരു വോട്ടിംഗ് ഷെയറിലുള്ള വർധനവ് വയനാടിന്റെ മണ്ഡലത്തിൽ ഞാൻ തോന്നുന്നില്ല. പക്ഷെ എങ്കിലും അവിടുത്തെ സംസ്ഥാന നേതൃത്വം മത്സരിക്കുന്ന ഒരു മണ്ഡലം എന്ന നിലയിൽ തീർച്ചയായിട്ടും വലിയ ചിട്ടയായിട്ടുള്ള ഒരു പ്രവർത്തനം തന്നെയാണ് അവരവിടെയും ശ്രദ്ധിച്ചത്. അതുകൊണ്ട് തന്നെ അവരുടെ വോട്ടുകൾ പരമാവധി കഴിഞ്ഞ തവണ അവർ സെക്യൂർ ചെയ്ത വോട്ടിനേക്കാൾ കൂടുതൽ വോട്ടുകൾ പിടിക്കുവാൻ തന്നെയായിരിക്കും അവർ ശ്രമിക്കുന്നത്. പക്ഷേ രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം വോട്ട് ഷെയർ വർദ്ധിപ്പിക്കുവാൻ കഴിയും എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. അത് മനഃപൂർവ്വമായി അവരിൽ നിന്ന് ആരെങ്കിലും വോട്ട് ഇപ്പുറത്തേക്ക് മാറ്റി കൊടുക്കുന്നത് കൊണ്ടായിരിക്കില്ല. മറിച്ച് എല്ലാ മണ്ഡലങ്ങളിലും സിറ്റിംഗ് MP-മാർക്കെതിരെ ഒരു വികാരം വരുന്നത് പോലെ തീർച്ചയായിട്ടും ഒരു വിരുദ്ധ വികാരം രാഹുൽ ഗാന്ധിക്കെതിരെയും ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. അതുപോലെ തന്നെ കേന്ദ്രത്തിൽ ഇത്തവണ BJP ജയിക്കുവാനുള്ള സാധ്യത എന്ന് മിക്ക സർവേകളും പറഞ്ഞതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും അവിടെ സംഭവിക്കാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അവര് ഏറെക്കുറെ മൈനോറിറ്റി മുന്നണികൾ തീർച്ചയായിട്ടും എങ്ങനെയെങ്കിലും കോൺഗ്രസിനെ ശക്തിപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യം അവരെ സംബന്ധിച്ചിടത്തോളം കാണാം. എന്നാൽ BJP-യെ സംബന്ധിച്ചിടത്തോളം ഒട്ടും പിന്നിൽ പോകാതെ തങ്ങളുടെ ശക്തി തെളിയിക്കേണ്ടുന്ന ഒരു ബാധ്യത ഉണ്ടായതുകൊണ്ട് തന്നെ ആ മണ്ഡലത്തിൽ തീർച്ചയായിട്ടും അവർ മാക്സിമം വോട്ട് വർദ്ധിപ്പിക്കാൻ തീർച്ചയായിട്ടും പരിശ്രമിക്കും. അതിൽ അവർക്ക് നേരിയ നേട്ടം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അല്പം ഒക്കെ വോട്ട് ഷെയർ കുറഞ്ഞേക്കാമെങ്കിലും തീർച്ചയായിട്ടും അവർ വിജയിക്കുമെന്ന് മുൻപ് പറഞ്ഞതുപോലെയുള്ള അഭിപ്രായം പറയാൻ മാത്രമേ കഴിയൂ. പുതിയമായിട്ടുള്ള പഠനങ്ങളോ സർവേകളോ ഒന്നും തന്നെ ഇത്തരത്തിൽ പറഞ്ഞുകൂടാ എന്നുള്ളത് കൊണ്ട് തന്നെ ആ കാര്യത്തിലേക്ക് ഞാൻ പോകുന്നില്ല. എന്തായാലും വലിയ വ്യത്യാസങ്ങളൊന്നും നമ്മൾ വയനാട് പ്രതീക്ഷിക്കേണ്ടുന്നതില്ല. പക്ഷെ വയനാട്ടിലെ ഒരു തെരഞ്ഞെടുപ്പ് മണ്ഡലത്തിലെ പ്രവർത്തനങ്ങൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കരുതുന്നത് കുറെ കൂടി മെച്യൂർ ആയിട്ട് കുറെ കൂടി വലിയ തരത്തിലുള്ള
ഒരു 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 BJP-യെ നേരിടുന്ന ഒരു പാർട്ടി എന്ന നിലയിൽ തീർച്ചയായിട്ടും അവരുടെ ദേശീയ നേതാവ് മത്സരിക്കുമ്പോൾ ഒരു കുറെ കൂടി കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു മത്സരം നടത്തേണ്ടിയിരുന്ന ഒരു മണ്ഡലമാണ്. പക്ഷെ അത്തരത്തിലുള്ള ഒരു മത്സരം കാഴ്ചവെക്കുവാൻ കോൺഗ്രസിനോ അതിന്റെ മുന്നണിക്കോ അവിടെ സംവിധാനത്തിനോ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെയാണ് ഉത്തരം. കാരണം അത്തരത്തിലുള്ള ക്യാമ്പയിനുകൾ നടത്തി അത് കേരളം മുഴുവൻ ചർച്ചയാക്കി മാറ്റുന്നതിൽ UDF വേണ്ടത്ര കഴിയുന്നില്ല. പല കാര്യങ്ങളിലും ഒരു ഡിഫൻസീവ് മൂഡിലേക്ക്, ഒരു പ്രതിരോധത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. ഏറ്റവും നല്ല ഉദാഹരണമാണ് പൗരത്വ ഭേദഗതി ബില്ലിന്റെ കാര്യത്തിൽ. അവരേതാണ്ട് ഒരു പ്രതിരോധത്തിലാണ് കേരളത്തിൽ, വേണ്ടത്ര അഭിപ്രായങ്ങൾ പറയാതെ ഒരു ഭയം അവരുടെ ഉള്ളിൽ ഉണ്ട് എന്നുള്ളതാണ്. എന്നാൽ BJP-യെ സംബന്ധിച്ചിടത്തോളം ഒരു ഭയത്തിന്റെ ആവശ്യമില്ല. അവര് മോഡി സർക്കാരിന്റെ പേര് പറഞ്ഞുകൊണ്ട് തന്നെയാണ് വോട്ട് പിടിക്കുന്നത്. കേന്ദ്രത്തിലെ മോഡി സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയ ആന്റി ഇൻകംബൻസി ഒന്നും ഇതുവരെയും റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ല. പ്രത്യേകിച്ച് കേരളത്തിൽ അതിനുള്ള സാധ്യതകളും ഇല്ല. കാരണം അവരുടെ MP-മാരൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് കൊണ്ട് അതുകൊണ്ട് വലിയ സാധ്യത ഇല്ല എന്നുള്ളതാണ്. പിന്നെ കഴിഞ്ഞ തവണ നമ്മൾ കേരളത്തിലെ പലപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചാൽ കാണുന്നത് ചർച്ചകളിലൊക്കെ പറയുന്നത് NDA ഇവിടുന്ന് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടില്ല എന്നുള്ളത് പറയുന്നത് ശരിയല്ല. NDA മുമ്പ് ഇവിടുന്ന് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ താമര ചിഹ്നത്തിൽ ഒരാൾ BJP-യുടെ പിന്തുണയ്ക്ക് വേണ്ടി BJP-ക്ക് പിന്തുണ നൽകാൻ അവിടെ എത്തിയിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഉള്ള ഒരു കാഴ്ചപ്പാടോട് കൂടി തന്നെയാണ് താമര ചിഹ്നത്തിലുള്ള ഒരാളെ തന്നെ കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോകാനാണ് BJP എല്ലാ മണ്ഡലങ്ങളിലും കിണഞ്ഞു പരിശ്രമിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ എല്ലാ മണ്ഡലങ്ങളിലും അവരുടെ വോട്ട് ഷെയർ വർദ്ധിപ്പിക്കുവാൻ അവർ പരിശ്രമിക്കുന്നുണ്ട്. അതില്ലെങ്കിൽ അവർക്ക് ശക്തമായിട്ടുള്ള മറുപടികൾ പറയേണ്ടി വരും. കാരണം BJP-യുടെ സംഘടനാ സംവിധാനത്തിന് ഒട്ടേറെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ആ സംഘടന പിന്നെ ഞാൻ പൊതുവായി ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് പറയുന്നത് RSS ഇത്തവണ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളുടെ മുൻപന്തിയിൽ ഇല്ലായിരുന്നു എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. ഒരുപക്ഷെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ പറ്റിയ അവർക്കൊരു വീഴ്ചയായിരുന്നു. ഒരു RSS പലതിന്റെയും തെരഞ്ഞെടുപ്പിന്റെ ചുക്കാൻ പിടിച്ചിരുന്നുവെങ്കിൽ ഇത്തവണ അവർ അണിയറയിലേക്ക് പോയി എന്നുള്ളതാണ്. ഒരുപക്ഷെ പൗരത്വ ഭേദഗതി ബില്ലിന്റെ ഒക്കെ പശ്ചാത്തലത്തിൽ ഏതെങ്കിലും തരത്തിൽ തങ്ങളുടെ വോട്ടിംഗ് ഷെയറിനെ ബാധിക്കുമോ എന്നുള്ളത് പേടികൊണ്ടായിരിക്കാം. എന്തായാലും ഈ തെരഞ്ഞെടുപ്പിൽ 3 മുന്നണികളും വളരെ ശക്തമായിട്ടുള്ള മത്സരം കാഴ്ചവെക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ് വയനാട്. പ്രതീക്ഷയ്ക്ക് അപ്പുറമായി ഒന്നും തന്നെ സംഭവിക്കാൻ സാധ്യതയില്ല എങ്കിലും തീർച്ചയായിട്ടും കുറെ കൂടി ശക്തമായിട്ടുള്ള ഒരു മത്സരം കാഴ്ചവെക്കേണ്ടിയിരുന്ന ഒരു മണ്ഡലമാണ് വയനാട് എന്നുള്ളൊരു അഭിപ്രായം എനിക്കുണ്ട്. എങ്കിൽ കൂടിയും അവസാന നിമിഷത്തിലെങ്കിലും രാഹുൽ ഗാന്ധിക്ക് പ്രചരണത്തിൽ ഒരു വളരെ ഓളം ഉണ്ടാക്കാൻ കഴിഞ്ഞു. പക്ഷെ കഴിഞ്ഞ തവണ വയനാട് മണ്ഡലത്തിൽ ഉണ്ടാക്കിയ ഒരു പ്രചരണം, ഒരു റിപ്പിൾ എഫക്റ്റ് തൊട്ടടുത്തു കിടക്കുന്ന മണ്ഡലങ്ങൾ ഉണ്ടാക്കുവാൻ കോൺഗ്രസ് പാർട്ടിക്ക് കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ ഇത്തവണ അത്രത്തോളം വലിയ ഒരു എഫക്റ്റ്, ഒരു സ്വാധീനം കൊണ്ടുവരുവാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അതായത് വയനാട് മണ്ഡലത്തിൽ നടത്തുന്ന കാടിളക്കിയുള്ള ഒരു പ്രചരണം UDF മറ്റു മണ്ഡലങ്ങളിൽ പോലും നേട്ടം ഉണ്ടാക്കിയെങ്കിൽ ഇത്തവണ അത്തരത്തിലൊരു സ്വാധീനം എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. എന്തായാലും വളരെ വലിയ പ്രചാരണങ്ങളാണ് ഇത്തവണ നടന്നിട്ടുള്ളത്. ആ മണ്ഡലത്തിൽ ആർക്കായിരിക്കും വിധി എന്നുള്ള കാര്യത്തിൽ നമുക്ക് എല്ലാവർക്കും കൃത്യമായി അറിയാവുന്നതാണ്. അതിനകത്ത് വലിയ മാറ്റങ്ങളൊന്നും വരാൻ സാധ്യതയില്ല. വോട്ടിംഗ് ഷെയറിന്റെ കാര്യത്തിൽ മാത്രമേ നമുക്ക് സംശയങ്ങളുള്ളൂ. എന്തായാലും BJP-യുടെ വോട്ട് ഷെയർ കുറയാൻ സാധ്യതയില്ല. UDF സംബന്ധിച്ചിടത്തോളം ആകുലപ്പെടുത്തുന്ന തരത്തിലുള്ള വോട്ടിംഗ് ഷെയറിലുള്ള കുറവുണ്ടാകാനും സാധ്യതയുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല.